ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസിസ്റ്റ് വിക്റ്റിമായ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ നാർസിസിസ്റ്റ് വിക്റ്റിമാണോ എന്ന് സ്വയം തീരുമാനിച്ചാൽ പോരാ. ആ മേഖലയിലുള്ള, അതായത് ഇത്തരം വിഷയങ്ങൾ ഡീല് ചെയ്യുന്ന സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കണ്ടിട്ടായിരിക്കണം നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഡയറക്റ്റ് കുറേ വീഡിയോസ് കണ്ടിട്ട് അതിലെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്വമേധയാ തീരുമാനിക്കരുത്. അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, ഒരുപാട് ട്രോമകളുണ്ടാവും, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഈ കാര്യങ്ങൾ എല്ലാവരോടും പറയണോ എന്നുള്ളതാണ്, പറയരുത് എന്നുള്ളതാണ് ഉത്തരം. നമ്മൾ ആരോട് എന്തിന് എപ്പോൾ എങ്ങനെ പറയണമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരു കാര്യം എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഇമ്പാക്റ്റ് അല്ല ഉണ്ടാവുക. ചിലപ്പോൾ അത് ബൂമറാങ് പോലെ നമുക്ക് തന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. ഒരാളോട് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, അയാളോട് ആ കാര്യം പറയുന്നത് കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ. പലപ്പോഴും നമ്മൾ എന്തിനാണ് മറ്റുള്ളവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്? നമ്മളെ പ്രധാനപ്പെട്ട ഉദ്ദേശത്തിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രസ്ട്രേഷൻ, ദേഷ്യം, വിഷമൊക്കെ അതും ഇറക്കി വെക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം, അതായത് ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാരം തൽക്കാലം ഇറക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, നിങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് പല സ്ഥലത്തും പല രീതിയിലായിരിക്കും എത്തിപ്പെടുക. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പറയുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിൻ്റെ മീഡിയേറ്ററായ ഒരാളോട് പറയുകയാണ്, എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിന് ഇന്നാലിന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇവൾക്ക് ഇന്നാലിന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന അവസരത്തിൽ ഈ മീഡിയേഷനുള്ള ആൾക്കാർക്ക് ഇങ്ങനെയും പറയാം, അവൾ അല്ലെങ്കിൽ അവൻ നിങ്ങളെപ്പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഈ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഇയാളോട് ഓപ്പണായിട്ട് പറഞ്ഞത് എന്നൊരു ധാരണ ഒന്നും ആർക്കുണ്ടാവില്ല, നാർസിസിസ്റ്റായ വ്യക്തികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോട് എന്ത് എപ്പോൾ എങ്ങനെ പറയണമെന്നുള്ള ധാരണ ആർക്കുണ്ടാവണം? വിക്ടിമിന് ഉണ്ടാവണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോൺ ഡിവൈസ് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണോ അത് കൃത്യമായ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്, വാട്സപ്പ് കോളുകളൊന്നും ഹാക്ക് ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തണം. അതായത് നിങ്ങളുടെ ജിമെയിൽ വഴിയോ മറ്റോ അവർക്ക് ഇൻഫോർമേഷൻ കിട്ടൂല എന്ന് ഉറപ്പുവരുത്തണം. പലപ്പോഴും എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൗൺസിലിംഗ് ആൾക്കാർ ചില സ്പെസിഫിക് ആയ കാര്യങ്ങൾ ഹസ്ബൻഡിനോടും വൈഫിനോടൊക്കെ പറയും. അത് ചിലപ്പോൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കും, അത് മറ്റേ പാർട്ട്ണർക്ക് അറിയാൻ പാടില്ലാത്തതായിരിക്കും. നമ്മൾ പൊതുവേ വാട്സപ്പ് മെസ്സേജ് വഴി അത്തരം കാര്യങ്ങൾ പറയാറില്ല. എന്നിരുന്നാലും പൊതുവേ പല സൈക്കോളജിസ്റ്റുകളും അല്ലെങ്കിൽ പല ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ, മീഡിയേഷൻ ആൾക്കാർ, ബന്ധുക്കളൊക്കെ പറയുന്ന കാര്യങ്ങൾ ഓപ്പോസിറ്റുള്ള പാർട്ട്ണർ കിട്ടിക്കഴിഞ്ഞാൽ അവരെടുക്കുന്ന മറ്റൊരു രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം കാര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനെന്ത് ചെയ്യണം? നിങ്ങളുടെ ഫോൺ സുരക്ഷിതമായിരിക്കണം. ഇത് ഞാൻ എല്ലാവരോടും അല്ല കേട്ടോ പറയുന്നത്, ഇത് സകല മനുഷ്യർക്കുള്ള ഒരു റൂൾസ് ഒന്നുമല്ല. ആർക്കുള്ള റൂൾസാണ്? നാർസിസിസ്റ്റിൻ്റെ വിക്ടിം എന്ന് ഉറപ്പ് വന്ന ആൾക്കാർ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പലപ്പോഴും നാർസിസിസ്റ്റായ വ്യക്തിയുടെ പല ദൂഷ്യ സ്വഭാവങ്ങളും അനുഭവിച്ചതുകൊണ്ട് പിന്നീട് മനസ്സിലാക്കി ഇത് തെളിവ് വേണം, അങ്ങനെ തെളിവുണ്ടാക്കി എന്ന് വിചാരിച്ചോ, ആ തെളിവ് കൃത്യമായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ചെയ്യുന്ന എന്തായിരിക്കും? ഫോണിൽ തന്നെ സൂക്ഷിക്കും. ഈ ഫോണിൽ സൂക്ഷിക്കുന്ന സമയത്ത് ആ ഫോൺ നശിച്ചാൽ ആ സംഭവം പോയി. അല്ലെങ്കിൽ നാർസിസിസ്റ്റായ വ്യക്തിക്കോ അവരുടെ കൂട്ടാളികൾക്കോ ആ ഫോൺ കിട്ടിക്കഴിഞ്ഞാലും അതും ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഫോണിലെ ഏത് ഫോൾഡറിലാണെങ്കിലും ഒഴിവാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എളുപ്പത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, ഒരു മെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക. ആ മെയിൽ അക്കൗണ്ടോ പാസ്വേഡോ ആർക്കറിയരുത്, നാർസിസിസ്റ്റായ വ്യക്തികൾക്കോ അവരുടെ കൂട്ടാളികൾക്കോ അറിയരുത്. അതിനുശേഷം ഇത്തരം തെളിവുകളുള്ള മെസ്സേജുകൾ ഡ്രൈവിൽ സൂക്ഷിക്കണം. പ്രത്യേക ഡ്രൈവ് എന്നുള്ളൊരു പ്രത്യേക ചിഹ്നമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിൽ നിങ്ങൾ സൂക്ഷിക്കണം. അതിൽ സൂക്ഷിക്കുന്ന സമയത്ത് എന്താ ഗുണം? നിങ്ങളെ ഫോൺ നശിച്ചാൽ പോലും നിങ്ങൾക്ക് പാസ്വേഡും മെയിൽ അക്കൗണ്ടും ഓർമ്മയുണ്ടെങ്കിൽ ഏത് ഫോണിൽ നിന്നും ആ ഡാറ്റ റിക്കവർ ചെയ്യാൻ, തിരിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടും നിങ്ങളുടെ പാസ്വേഡും കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരിക്കണം. അത് പ്രത്യേക ഒരു സ്ഥലത്ത്, ഇവർക്ക് കിട്ടാത്ത സ്ഥലത്ത് എഴുതി വെക്കണം. ഇനി എഴുതി വെക്കാൻ പ്രയാസമാണ്, എഴുതി വെച്ചാൽ അവർ കണ്ടെത്തുമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് 1000 തവണ ഉരുവിട്ട് ഒരിക്കലും മറക്കാത്ത അവസ്ഥയിൽ ഓർമ്മിച്ച് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തരായി തോന്നുന്ന ആൾക്കാരോട്
അങ്ങനെയുള്ള ഉറപ്പുള്ള ആൾക്കാർക്ക് ആ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക, ആ അക്കൗണ്ട് പറഞ്ഞു കൊടുക്കുക. പിന്നീട് ആവശ്യമുള്ള സമയത്ത് അവരോട് ചോദിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതും ഉറപ്പ് വരുത്തണം കേട്ടോ. അവർ വിശ്വസ്തരാണ്, അവർ നിങ്ങളെ കൂടെ നിൽക്കുമെന്ന് അത്രയധികം ഉറപ്പ് വരണം. ചെറിയ ഉറപ്പൊന്നും വന്നാൽ പോരാ എന്നർത്ഥം. പിന്നെ അടുത്തൊരു 4-മത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എതിരിടുന്ന വ്യക്തിയെപ്പറ്റി, അവർ ചെയ്യുന്ന പ്രവൃത്തിയെപ്പറ്റി കൃത്യമായിട്ട് ധാരണ ഉണ്ടായാൽ പോരാ, അതിൻ്റെ നിയമവശങ്ങളും അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾക്ക് ഫിസിക്കൽ അബ്യൂസ്, മെൻ്റൽ അബ്യൂസ്, അതേപോലെ സെക്സ്വൽ അബ്യൂസ്, അങ്ങനെയുള്ള എന്ത് അബ്യൂസ് ലഭിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും അതിൻ്റെ നിയമവശം പഠിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ. ആ നിയമവശം പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ റൂട്ടിൽ പോവേണ്ടി വരുമെന്നും പഠിച്ചിരിക്കണം. ഇതെന്തിനെന്ന് പറഞ്ഞാൽ ആവശ്യഘട്ടത്തിൽ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങൾ കുടുങ്ങുന്ന ഘട്ടത്തിലായിരിക്കും നിയമവശമായിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പെട്ടെന്ന് എടുത്തു ചാടി പല മണ്ടത്തരങ്ങളും കാണിച്ചെന്ന് വരും. മാത്രവുമല്ല, നമ്മൾ വക്കീലിനോട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ വക്കീലിന് പോലും നിങ്ങളെ വിശ്വാസമില്ലാത്ത ഒരവസ്ഥ സംജാതമാവും. നേരെ മറിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മുമ്പേ രേഖപ്പെടുത്തി, അതിന് കൃത്യമായി തെളിവുകൾ രേഖപ്പെടുത്തി, അതിൻ്റെ നിയമവശങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളെ വക്കീലിനെയോ വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ എളുപ്പമാണ്. മാത്രവുമല്ല, അവർക്ക് നിങ്ങൾ ട്രസ്റ്റ് ഉണ്ടാവുകയും കൃത്യമായ രീതിയിൽ നീങ്ങാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് അടുത്ത പോയിന്റ്. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഒറ്റ കാര്യമാണ്, തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. നാർസിസിസ്റ്റ് വിക്ടിമിൻ്റെ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് അവർ തെറ്റുകൾ വരുത്തിക്കൊണ്ടേയിരിക്കും, ആ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഇവരുടെ കണ്ണീരിലോ, ഇവരുടെ ഹൂവറിങ് എന്ന് പറഞ്ഞാൽ സ്നേഹപ്രകടനം, ലവ് ബോംബിങ് അടക്കമുള്ള കാര്യത്തിൽ വീണ് വന്ന തെറ്റുകൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഇവരൊരു ലൂപ്പ് ഉണ്ടാക്കും, ആ ലൂപ്പിൽ നിന്ന് പുറത്ത് കടക്കാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ട് കിടക്കും. പലപ്പോഴും നാർസിസിസ്റ്റിൻ്റെ വിക്ടിം പറയുന്നത് നമുക്ക് രക്ഷപ്പെടാൻ അവസരം കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നൊരു കാര്യം, ഇനി പറയുന്നത് വിക്ടിമിന് ചിലപ്പോൾ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്, പക്ഷേ പറയാണ്ട് നിവൃത്തിയില്ല. നിങ്ങളുടെ ബുദ്ധി പലപ്പോഴും ഇതിൽ നിന്ന് ഒഴിവാവേണ്ട മാർഗ്ഗങ്ങളും രീതികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. നിങ്ങളതിനെ സാരമായി പരിഗണിക്കാതെ നിസ്സാരമായി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള അബദ്ധം കാണിക്കാതിരിക്കുക. വീണ്ടും കാണാം. നന്ദി. ഒരു കാര്യം പ്രത്യേകം ഇതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കുകയാണ്. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കേസ് ഡയറി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. മനഃശാസ്ത്ര മേഖലയിൽ എനിക്കുണ്ടായ രസകരവും കൗതുകവുമായ ഒരുപാട് അനുഭവങ്ങളാണ്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക.